നമസ്കാരം. ഇന്ത്യൻ കായിക ചരിത്രത്തിൽ തന്നെ സമാനതകളില്ലാത്ത പോരാട്ടത്തിനായിരുന്നു കഴിഞ്ഞ ദിവസം പാരീസ് ഒളിമ്പിക്സിന്റെ ഗുസ്തി മത്സരം നടക്കുന്ന സ്റ്റേഡിയം സാക്ഷ്യം വഹിച്ചത്. വിനേഷ് ഫോഗട്ടിന്റെ കുതിപ്പ് സ്വർണത്തിൽ പര്യവസാനിക്കുമെന്ന പ്രതീക്ഷയിലായിരുന്നു രാജ്യം. എന്നാൽ ഒരു 100 ഗ്രാമിന്റെ വ്യത്യാസത്തിൽ ഒരു രാജ്യത്തിന്റെ പ്രതീക്ഷയാകെ കെട്ടടങ്ങി. ഗുസ്തിയിലെ സ്വർണ്ണ മെഡൽ സ്വപ്നം കണ്ടിരുന്ന 140 കോടി ജനതയെ നിരാശരാക്കിക്കൊണ്ടാണ് വിനേഷ് ഫോഗട്ട് ഒളിമ്പിക്സിൽ അയോഗ്യയായത്. വിനേഷ് ഫോഗട്ടിനെ ആശ്വസിപ്പിക്കാൻ രാജ്യം ഒന്നാകെ ഒപ്പമുണ്ടായിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും വിനേഷിനെ ആശ്വസിപ്പിച്ച് സമൂഹ മാധ്യമത്തിൽ ട്വീറ്റ് ചെയ്തിരുന്നു. നേരത്തെ 53 കിലോഗ്രാം വിഭാഗത്തിൽ മത്സരിച്ചിരുന്ന വിനേഷ് ഇത്തവണയാണ് 50 കിലോഗ്രാം വിഭാഗത്തിലേക്ക് മാറിയത്. 53 കിലോ വിഭാഗത്തിൽ മറ്റൊരു താരം യോഗ്യത നേടിയതിനാലാണ് വിനേഷിന് തന്റെ ഇനം മാറ്റേണ്ടി വന്നത്. അതിനാൽ തന്നെ ഭാരം ക്രമീകരിക്കാൻ താരം നന്നെ പാടുപെട്ടിരുന്നു. അനുവദനീയമായതിനേക്കാൾ ഭാരം കൂടിയെന്നതിന്റെ പേരിലാണ് 50 കിലോ വിഭാഗത്തിൽ ഫൈനലിൽ പ്രവേശിച്ചിരുന്ന വിനേഷ് ഫോഗട്ടിനെ അയോഗ്യയാക്കിയത്. ബുധനാഴ്ച രാവിലെ നടന്ന ഭാരപരിശോധനയിൽ അനുവദനീയമായതിനേക്കാൾ 100 ഗ്രാം അധികമാണെന്ന് കണ്ടെത്തിയെന്ന് ഇന്ത്യൻ പരിശീലകൻ അറിയിച്ചു. കഴിഞ്ഞ ദിവസം രാത്രി 11:30 നടക്കേണ്ട ഫൈനലിൽ അമേരിക്കയുടെ സാറ ഹിൽഡ് ബ്രാൻഡുമായായിരുന്നു താരം ഏറ്റുമുട്ടേണ്ടിയിരുന്നത്. അധിക ഭാരം ഇല്ലാതാക്കാനായി രാത്രിയിലുടനീളം താരം സൈക്കിളിലടക്കമുള്ളവ ചെയ്തെങ്കിലും ഭാരപരിശോധനയിൽ പരാജയപ്പെടുകയായിരുന്നു. ഇതോടെയാണ് ഒളിമ്പിക് അസോസിയേഷന്റെ പ്രഖ്യാപനം. മുടിവെട്ടിയും രക്തം പുറത്തു കളഞ്ഞും വരെ ഭാരം കുറയ്ക്കാൻ കഠിന പ്രയത്നം തന്നെ നടത്തിയെങ്കിലും ഫലമുണ്ടായില്ലെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ഫൈനൽ മത്സരത്തിനായി 2 കിലോയോളം ഭാരം ഈ സമയം കൊണ്ട് അവർ കുറച്ചുവത്രേ. ഗുസ്തിക്കാർ 2 തവണ ഭാരപരിശോധനയ്ക്ക് വിധേയരാകണമെന്നാണ് യുണൈറ്റഡ് വേൾഡ് റെസ്ലിംഗ് റൂൾ ബുക്കിൽ പറയുന്നത്. പ്രാഥമിക മത്സരങ്ങൾക്ക് മുമ്പ് രാവിലെയും ഫൈനലിന് മുമ്പ് രാവിലെയുമാണിത്. ഒരേ ഭാരം നിലനിർത്തുകയും വേണം. ഈ 2 ദിവസങ്ങളിലും മത്സരാർത്ഥികൾക്ക് നിഷ്കർഷിച്ച ഭാരം ഉണ്ടായിരിക്കണം. റെസ്ലിംഗ് റൂൾ ബുക്കിലെ അനുച്ഛേദം 11 അനുസരിച്ച് ആദ്യത്തെയോ രണ്ടാമത്തെയോ ഭാരപരിശോധനയിൽ പങ്കെടുക്കാതിരിക്കുകയോ പരാജയപ്പെടുകയോ ചെയ്താൽ മത്സരത്തിൽ നിന്ന് പുറത്താവും. റാങ്ക് ഒന്നും തന്നെ ഇല്ലാതെ അവസാന സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെടുകയും ചെയ്യും. ഭാരപരിശോധനയ്ക്കായി 30 മിനിറ്റാണ് ഇവർക്ക് അനുവദിക്കുക. ഈ സമയത്തിൽ എത്ര സമയം വേണമെങ്കിലും ഇവർക്ക് ഭാരം പരിശോധിക്കാം. ഇത് കൂടാതെ നഖം വളർത്തിയിട്ടുണ്ടോ എന്നും ഏതെങ്കിലും പകർച്ചവ്യാധികളുടെ ലക്ഷണം ഉണ്ടോ എന്നും പരിശോധിക്കും. ഈ നിയമങ്ങളാണ് യുണൈറ്റഡ് വേൾഡ് റെസ്ലിംഗ് റൂൾ ബുക്കിൽ പറയുന്നത്. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്. പവേർഡ് ബൈ ജ്യോതിസ്. റിയലൈസിംഗ് യുവർ ഡ്രീം ഹോം. Our ongoing luxury apartments projects are Crown near Karivattam, The Square near UST Global, White Manor near Aattugal Ambalathara, and Evergreens Luxury Villas near Tirumala. Call 90482 55599. Jyothis Building Promoters Private Limited, Thiruvananthapuram.